ꯅꯣꯏꯒꯤ ꯀꯨꯀꯤ ꯀꯔꯝꯕ ꯀꯥꯡꯕꯨꯅꯅꯣ ꯐꯥꯏꯁꯦ? മണിപ്പൂരിലെ ഖുനൗ ഗ്രാമത്തിലെ ഇടുങ്ങിയ കുഴികൾ നിറഞ്ഞ മൺവഴികളിൽ കൂടി ഇഴഞ്ഞിഴഞ്ഞ് ആ ട്രക്കൊടുവിൽ പഴയ വീടിന് മുന്നിൽ ചെന്ന് നിന്നു. ട്രക്കിനുള്ളിൽ നിന്ന് നീളൻ മരപ്പെട്ടി പുറത്തേക്കെടുക്കവേ അവിടമാകെ നിലവിളികൾ ഉയർന്നു. മായംഗ്ലംബം ഋഷികാന്ത സിംഗ് 2 വർഷത്തിന് ശേഷം മണിപ്പൂരിലെ തന്റെ ജന്മഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയത് ഇങ്ങനെയാണ്, മരവിച്ച ശരീരമായി. ഋഷികാന്തിന്റെ അന്ത്യയാത്രയ്ക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മാല ചാർത്താനുള്ള ഫോട്ടോ തിരയുന്നതിനിടെയാണ് ആ കുടുംബം ഒരു കാര്യം തിരിച്ചറിയുന്നത്. കാക്ചിങ് ജില്ലയിലെ ഖുനൗ ഗ്രാമത്തിലുള്ള ആ വീടിന്റെ ചുമരിൽ ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്ന സ്കൂൾ യൂണിഫോമിലുള്ള 2 ഫോട്ടോകൾ മാത്രമാണ് ഋഷികാന്തിൻ്റെതായുള്ളത്. ഒടുവിൽ വെടിയേറ്റ് വീഴും മുമ്പ് ജീവനായി കൈകൾ കൂപ്പി ഋഷികാന്ത് യാചിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഒരു ഫ്രെയിം മുറിച്ചെടുക്കേണ്ടി വന്നു ആ കുടുംബത്തിന്. മാല ചാർത്തി ആ ഫോട്ടോയ്ക്ക് താഴെ അവരിപ്രകാരം രേഖപ്പെടുത്തി: സത്യവും സ്നേഹവും എപ്പോഴും വിജയിക്കും. നിങ്ങളുടെ ജീവത്യാഗം ഞങ്ങളെ ഉണർത്തുകയും ഒന്നിപ്പിക്കുകയും ചെയ്യും. മണിപ്പൂരിലെ 1000 ജീവിതങ്ങളുടെ നേർക്കാഴ്ചയാണ് ഋഷികാന്തിന്റെ ജീവിതവും മരണവും. മണിപ്പൂരിലെ അസ്വാഭാവികമായ ഓരോ മരണവാർത്തകളും ഭീതിയോടെയാണ് ജനത നോക്കിക്കാണുന്നത്. മരിച്ചവന്റെ സമുദായവും കൊലയാളികളുടെ സമുദായവും രണ്ടായാൽ പിന്നെ അതൊരു കലാപാന്തരീക്ഷത്തിലേക്ക് കടക്കും. ചോരപ്പുഴയൊഴുകും. ഇനിയും ഉണങ്ങാത്ത മുറിവാണ് മണിപ്പൂർ. ആ മുറിവിലേക്ക് ഉപ്പ് വിതറുന്നതാണ് അവിടെ നടക്കുന്ന ഓരോ കൊലപാതകങ്ങളും. 2023 മെയ് മാസത്തിൽ വംശീയാക്രമം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി അവസാനിച്ച അവസ്ഥയാണ്. കുക്കികളും മെയ്ത്തികളും പരസ്പരം തങ്ങളുടെ ഗ്രാമമല്ലാത്ത പ്രദേശങ്ങളിലേക്ക് പോകാറില്ല. ഇംഫാൽ താഴ്വരയും ചുറ്റുമുള്ള ഗോത്രവർഗക്കാർ താമസിക്കുന്ന പർവ്വത പ്രദേശങ്ങളും തികച്ചും വിഭജിക്കപ്പെട്ട സാഹചര്യമാണിപ്പോഴും. മുപ്പത് വയസ്സ് മാത്രമായിരുന്നു ഋഷികാന്ത സിംഗിന്റെ പ്രായം. മെയ്തേ വിഭാഗത്തിൽപ്പെട്ട ഋഷികാന്ത് കുക്കി വിഭാഗത്തിൽപ്പെട്ട യുവതിയെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. 2 വർഷമായി നേപ്പാളിലായിരുന്നു ജോലി. കലാപമടങ്ങിയ സമയമായതിനാൽ ഭാര്യയോടൊപ്പം ജീവിതം കെട്ടിപ്പടുക്കാമെന്ന മോഹവുമായി മടങ്ങിയെത്തിയതാണ്. ക്രിസ്തുമതം സ്വീകരിച്ച് ഭാര്യയുടെ ഗോത്ര സമുദായാംഗമായി ആയിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് 65 കിലോമീറ്റർ അകലെ ചുരാചന്ദ്പൂർ ജില്ലയിലെ ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് ജനുവരി 21-ന് ഋഷികാന്തിനെ ആയുധധാരികൾ ഭാര്യയോടൊപ്പം തട്ടിക്കൊണ്ടുപോയത്. കുക്കി ഭൂരിപക്ഷ മേഖലയിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട യുവതിക്കൊപ്പം 1 മാസമായി മെയ്തേ വിഭാഗത്തിൽപ്പെട്ട യുവാവ് ജീവിച്ചു വരുന്നത് കുക്കി തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ കാര്യമായിരുന്നു. ഗോത്രമാറ്റമടക്കമുള്ള കാര്യങ്ങൾ ഭാര്യ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ ഋഷികാന്തിനെ സമീപത്തെ കുന്നിൻ ചെരുവിലെത്തിച്ച് റൈഫിളിൽ നിന്ന് വെടിയുതിർത്ത് കൊലപ്പെടുത്തി. ആ സമയം കൈകൾ കൂപ്പി ജീവന് വേണ്ടി യാചിക്കുന്ന യുവാവിന്റെ ദയനീയാവസ്ഥയുടെ ദൃശ്യങ്ങൾ പകർത്തി കലാപകാരികൾ പ്രചരിപ്പിച്ചു. ഇരുട്ടത്ത് തറയിലിരിക്കുന്ന യുവാവ് അക്രമികൾക്ക് മുന്നിൽ ജീവനായി കൈകൂപ്പി അപേക്ഷിക്കുന്നതും തുടർന്ന് 2 തവണ വെടിയൊച്ച കേൾക്കുന്നതും പിന്നാലെ യുവാവ് മരിച്ചു വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സമാധാനമില്ലാതെ ജനകീയ സർക്കാരില്ല എന്ന വാചകവും ചേർത്തുകൊണ്ടാണ് അക്രമികൾ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പുറത്തുവിട്ടത്. മണിപ്പൂരിൽ നിന്ന് വേർപെടുത്തി പ്രത്യേക ഭരണകൂടം വേണമെന്ന ആവശ്യം നിറവേറ്റുന്നതുവരെ സ്വതന്ത്രമായ സഞ്ചാരം അനുവദിക്കില്ല എന്നാണ് കുക്കികളുടെ നിലപാട്. സമാധാന ശ്രമത്തിന്റെ ഭാഗമായി ചില ഗ്രൂപ്പുകൾ താൽക്കാലികമായി ആയുധങ്ങൾ താഴെവെച്ചിട്ടുണ്ടെങ്കിലും
ഏതു സമയവും വീണ്ടും ആളിക്കത്തുന്ന പകയുടെ കനലായി അത് അവശേഷിക്കുകയാണ്. ജനസംഖ്യയുടെ ഭൂരിപക്ഷം വരുന്ന തദ്ദേശീയരായ മെയ്തേയ്കളെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ഉത്തരവാണ് കലാപത്തിന് തുടക്കമിട്ടത്. ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പിന്നീട് സുപ്രീം കോടതി വിധിച്ചുവെങ്കിലും അപ്പോഴേക്കും കലാപം വ്യാപിച്ചിരുന്നു. ഒരിക്കൽ പോലും ഒന്നാകാൻ കഴിയാത്ത രീതിയിൽ അകന്നു കഴിഞ്ഞ ഇരുവിഭാഗങ്ങളെയും ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ച് പുതിയ സർക്കാർ നിലവിൽ വരുമ്പോൾ അതിന് കഴിയുന്ന ഫോർമുലകൾ ഉരുത്തിരിയുമോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നു.